ചേട്ടന് ഈ കൂടോത്രത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഇല്ല, ഞാൻ ഈ നല്ല മനുഷ്യനിലാണ് വിശ്വാസം. എപ്പോഴും അത് തന്നെയാണ്, നല്ല മനുഷ്യനാണ് ലോകത്തെ കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് ചീത്ത മനുഷ്യരില്ല, നല്ല ചീത്ത മനുഷ്യരുണ്ടാവും, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ആരെങ്കിലും ചേട്ടനെതിരെ കൂടോത്രമൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഉണ്ടാവും, അവരൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും, ഉറപ്പാ. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കെതിരെ കൂടോത്രങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, ബ്ലാക്ക് എനർജി ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അത് അല്പസമയത്തേക്ക് അവർക്ക് ഗുണമാവും. കുറച്ച് കഴിയുമ്പോൾ അത് ലൈഫ് ലോങ് അവർക്കും അവരുടെ വംശത്തിനും പരമ്പരയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ അത് ആഞ്ഞടിച്ച് നെഗറ്റീവായിട്ട് പോകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പിന്നെ എനിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ നല്ലൊരു വെഴ്സറ്റൈൽ, നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. പക്ഷേ എത്രയോ വർഷം കൊണ്ട് സിനിമയിൽ ഉണ്ടായിട്ടും ഒരു മുഖ്യധാരയിൽ ഒന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല, ചേട്ടന് പെർമിഷനോടെ ഞാൻ പറയാണ്, നെടുമുടി ചേട്ടന്റെ ആ ലെവലിൽ നെടുമുടി ചേട്ടന്റെ ലെവലിൽ, തിലകൻ ചേട്ടന്റെ ലെവലിൽ, അതേ ലെവലിൽ എത്തേണ്ട ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഗോവൻ ചേട്ടൻ. ശരിയല്ലേ ചേട്ടാ? നെടുമുടി ചേട്ടന്റെ ലെവലിൽ, അതെ നെടുമുടി ചേട്ടന്റെ ലെവലിൽ, തിലകൻ ചേട്ടന്റെ ലെവലിൽ അങ്ങനെ ഒരു മുൻനിരയിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ആ ലെവലിൽ എത്തേണ്ട ചേട്ടൻ ഇപ്പോഴും ഈ കുറച്ച് ബാക്കിൽ നിൽക്കുന്നുവെങ്കിൽ ഞാൻ പറയാം ഏതോ കൂടോത്രങ്ങളോ ഏതോ നെഗറ്റീവ് എനർജി ഏതോ ഉണ്ടായപ്പോഴും ഒക്കെ ചേട്ടനെതിരെ പ്രവർത്തിച്ചതിന്റെ ഫലം തന്നെ ആയിരിക്കാനുള്ള സാധ്യത. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഇത് കൂടുതലുണ്ട് എന്നുള്ളത് പലർക്കുമുള്ള അത് ഒരു രഹസ്യമായ പരസ്യം ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം രജനീകാന്ത് സാറിനായാലും ഇപ്പം ലാലേട്ടന്റെ കഴുത്തിലായാലും കയ്യിലായാലും അതുപോലെ പല ആർട്ടിസ്റ്റിന്റെ കയ്യിലായാലും പലതരം മാലകളും അല്ലെങ്കിൽ അതിൻ്റെതായ ജപമാലകളും ഒരു പ്രത്യേക പോസിറ്റിവിറ്റി, കാരണം അടിച്ചിടരുത് അല്ലെങ്കിൽ വീണ് പോകരുത് എന്ന് വിചാരിച്ചിട്ട് ഉള്ളൊരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ചേട്ടൻ നല്ല മനുഷ്യരെ വിശ്വസിക്കുന്നു, എല്ലാവരും നല്ല മനുഷ്യരാണ്. പക്ഷെ ചില സമയങ്ങളിൽ ചില മനുഷ്യർ കുറുകു വഴികൾ തേടും, മറ്റു പലരും വളരുന്നത് ഇഷ്ടമല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ അവർ തകർക്കാൻ നോക്കും. പക്ഷെ അവർക്ക് തന്നെയാണ് അത് പിന്നെ അഞ്ഞടിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, കർമ്മ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കൈപിടിച്ചുയർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്താൻ രണ്ടുപേരെ അയക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ വരെ എത്തിച്ചേരാൻ പറ്റിയത്. താങ്ക് യു.